ഹലോ ഗായ്സ്, ഞാൻ ലക്ഷദ്വീപ് പബ്ലിക് സ്റ്റാറാണ്. അപ്പോൾ തുടങ്ങാം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ദ്വീപിലത്തെ കുട്ടികൾ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് അവരോട് ചോദിച്ചിട്ട് അറിഞ്ഞിട്ട് കുറേ വീഡിയോ ഒക്കെ ഞാൻ വിടാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അത്ഭുതം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ബാക്കി പറയും. നമ്മൾ ഈ വിമാനത്തെക്കുറിച്ച് കുറച്ച് അറിഞ്ഞു വെക്കാം. അപ്പോൾ ഞാൻ ഇവരുടെ വോയിസും കൂടി റെക്കോർഡ് ചെയ്ത് ഈ വീഡിയോ ചേർക്കാം. നിങ്ങൾ മാക്സിമം ഈ ഓഡിയോ നിങ്ങൾ കേൾക്കാൻ നോക്കുക. പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെല്ലെന്ന് കുത്തി പിടിക്കുക. ഇതാണ്ട് എലിവേറ്റ്. ഇത് പൊന്തിപ്പാനും താത്താനും ഉള്ളത്. ഇത് എലിറോൺസ് ഇപ്പുറത്തെ അത് വളപ്പ ഉള്ളത്, ഷരിപ്പ. ഇങ്ങനെ ഇത് വളപ്പാവളാണ്, ഇങ്ങനെ വളപ്പാവള്. അത് ഷരിപ്പാവള്. 2 മോട്ടറുണ്ട്. പിന്നെ അതിനൊക്കെ അനുസരിച്ച് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എല്ലാം നോക്കി, ബാറ്ററി വെച്ച് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എല്ലാം നോക്കി പറപ്പിക്കൊണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ കളി കാണാൻ വേണ്ടി വന്നതാണ്. ആ സമയത്താണ് ഇവിടെ എക്സിബിഷൻ നടക്കുന്നത് കണ്ടത്. അപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കടന്നു ഒരു ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടു. അതെല്ലാം ഞാൻ ഒരുപാട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമല്ല കാണാൻ വന്ന ഒരുപാട് ആളുകൾ കാണാൻ, സ്കൂൾ കുട്ടികളും കവരത്തെ സ്കൂൾ കുട്ടികൾ, ഒരുപാട് സയൻറ്റിസ്റ്റ്മാർ കരയിൽ നിന്ന് വന്നിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് ഒന്ന് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നതാണ്. അപ്പോഴാണ് കാണുന്നവർ ഷിപ്പൊക്കെ വച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർ ഈ കപ്പൽ കണ്ട ഏത് കപ്പലാണ് നിങ്ങൾക്ക് തോന്നുന്നത്, ആ ഏത് കപ്പലായാലും സാരമില്ല, അതിൻ്റെ പേരും ഈ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക, ടാഗ് ചെയ്യുക. കാണാനൊക്കെ എന്തൊരു ഭംഗിയാണ്. ഇതാരാ ഉണ്ടാക്കിയാണെന്ന് അറിയില്ല. ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പോയപ്പോഴാണ് അറിയുന്നത്. നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. 2-3 ആളുകൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് പേര് അവരുടെ ടൈമായപ്പോൾ അവർ പോയി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ വീഡിയോ ഒക്കെ എല്ലാവരും കാണട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പക്ഷേ പരമാവധി നിങ്ങൾ കാണാൻ ശ്രമിക്കും. അതുപോലെ ബെല്ലം നിമിഷം അമർത്തി ആളിലേക്ക് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് കുത്തിപ്പഠിക്കാൻ തോന്നുന്നത് കുത്തിപ്പഠിക്കുക. സാറ്റ് എന്നുള്ള ഒരു സാറ്റലൈറ്റാണ്. അപ്പോൾ ഈ കടലിലെ ഫിഷിൻ്റെ മൂവ്മെൻറ്റ്, പിന്നെ ടെമ്പറേച്ചർ, അങ്ങനത്തെ എല്ലാം കടലിനെ പറ്റിയല്ല നോക്കേണ്ടത്. ഇത് 1:10 ഇതാണ്. ഇതിനേക്കാൾ 10 മടങ്ങ് വണ്ണം ഉണ്ടാവും ഒറിജിനൽ. പിന്നെ ഇത് 960 kg ഉണ്ട് ഇതിൻ്റെ വെയിറ്റ്, മാസ്. ഇത് PSLV C14 എന്നുള്ള റോക്കറ്റിനോടാണ് ലോഞ്ച് ചെയ്തത്.
പിന്നെ 2009 ലോഞ്ച് ചെയ്തത്. ഇത് ഇങ്ങനെ ഇൻസാറ്റ് എന്നുണ്ട് മോഡലാണ്. അപ്പോൾ ഇതിനുള്ള കമ്മ്യൂണിക്കേഷനും വെതറും രണ്ടും വേണ്ടി ഈ അടുക്കാണ് ഇറങ്ങിയത്. മുന്നേ കമ്മ്യൂണിക്കേഷനും വെതറും രണ്ടും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇൻസാറ്റ് എന്ന് പറഞ്ഞാൽ സീരീസാണ്. അതിൻ്റെ 2 സീരീസാണ് ഇതുമാണ്. അപ്പോൾ ഇത് തുടങ്ങിയത് 1983. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിക് ഫ്രിക്ഷൻ കാരണം റോക്കറ്റ് ബ്ലാസ്റ്റ് കെത്തിക്കൊണ്ടല്ല, അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെയർ സിലിക്ക ടൈൽസ് സംഭവം. അത് ഹ്യൂമൻ സ്പേസിനൊക്കെ വിടാൻ വേണ്ടിയിട്ടായിട്ട് അതിന് വേണ്ടി ഉണ്ടാക്കിയ സംഭവമാണ്. ഇത് എക്സ്പെരിമെൻ്റൽ സംഭവം. അത് സക്സസ്ഫുള്ളായ ഹ്യൂമൻ സ്പേസിനൊക്കെ. അപ്പോൾ ഇതിനുള്ള അറിവൊക്കെ അവരുടെ വായിൽ നിന്ന് കിട്ടി. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കീട്ടായിട്ട് നമ്മൾ കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ അംബാനി, അപ്പോൾ ബാക്കി നാളെ.